ഹരാരെ 2020 ഞെട്ടിക്കുന്ന തോൽവി. 13 റൺസിലാണ് സിംബാബ്വെ ലോക ചാമ്പ്യന്മാരെ അട്ടിമറിച്ചത്. 116 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 102 റൺസിന് ഓൾ ഔട്ടായി. സ്പോർട്സ് ഡെസ്കിൽ അനിൽ വാസുദേവ് വിവരങ്ങളുമായി. അനിൽ, ഒരു വലിയ വിജയലഹരിയിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു തോൽവി ഉണ്ടായിരിക്കുന്നത്. അതും ക്വാളിഫൈ പോലും ചെയ്യാത്ത, T20 ലോകകപ്പിലേക്ക് ക്വാളിഫൈ പോലും ചെയ്യാത്ത സിംബാബ്വേയിൽ നിന്ന് വലിയ തോൽവി. അങ്ങനെ തന്നെയാണ്. വലിയ ആഘോഷത്തിലാണ് രാജ്യം. മതിമറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറെക്കാലത്തിന് ശേഷമുള്ള ലോകകപ്പ് വിജയത്തിൻ്റെ ഒരു ആഹ്ലാദം കെട്ടടങ്ങുന്നില്ല. അതിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യക്ക് അവരുടെ ആദ്യ മത്സരത്തിൽ തന്നെ തോൽവി നേരിടേണ്ടി വന്നത്. സീനിയർ താരങ്ങൾക്കെല്ലാം തന്നെ വിശ്രമം നൽകി യുവ താരനിരയുമായിട്ടാണ് ഇന്ത്യ സിംബാബ്വേയിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ സിംബാബ്വേൻ നിര പരിശോധിക്കുകയാണെങ്കിൽ അവരെക്കാൾ കരുത്തരാണ്. നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിലും ഒപ്പം തന്നെ IPL ഒക്കെ തന്നെ കളിച്ച് വലിയ പരിചയമുള്ള താരങ്ങൾ തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി കളത്തിലിറങ്ങിയത്. സിംബാബ്വേയെ 115 ഒതുക്കിയപ്പോൾ ഇന്ത്യക്ക് വലിയ വിജയപ്രതീക്ഷയായിരുന്നു. ആ വിജയലക്ഷ്യം അനായാസം അടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ഇന്ത്യൻ ബാറ്റർമാർ കരുതിയത്. പക്ഷേ ആ സ്പിന്നിനെ കളിക്കുന്ന തരത്തിൽ ഇവർക്ക് ആ റീഡ് ചെയ്യുന്നതിൽ വലിയ പകപ്പിഴയുണ്ടായി. അത് അവരുടെ പക്വതക്കുറവ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിൽ തകർന്നടിഞ്ഞ ടീം ഇന്ത്യയുടെ ഒടുവിൽ 102 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് കണ്ടത്. IPL വലിയ പ്രകടനം നടത്തിയ അഭിഷേക് ശർമ്മ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരം കളിക്കുകയാണ്. 0-ന് പുറത്തായി. ഒപ്പം തന്നെ റിങ്കു സിംഗും ഇന്ത്യയുടെ സമീപകാലത്ത് 2020 തന്നെ വലിയ പ്രകടനം നടത്തിയ റിങ്കു സിംഗിനും തിളങ്ങാനായില്ല. റിയാൻ പരാഗ് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മാച്ചാണ്. അങ്ങനെ റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ ഇവർക്ക് ആർക്കും തന്നെ തിളങ്ങാനായില്ല. ഒടുവിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 31 റൺസ് എടുത്ത് അദ്ദേഹമാണ് ടോപ്പ് സ്കോറർ. ഒപ്പം തന്നെ വാഷിംഗ്ടൺ സുന്ദർ 27 റൺസ് എടുത്തു. ഇങ്ങനെ 1-2 പോരാട്ടങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യൻ നിരയിൽ ആർക്കും തന്നെ തിളങ്ങാനായില്ല. അങ്ങനെ 116 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 102 റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു. ഇതിൽ സിംബാബ്വേക്ക് കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസയോടെയാണ്. 3 വിക്കറ്റാണ് സിക്കന്ദർ റാസ വീഴ്ത്തിയത്. ബാറ്റിങ്ങിൽ 17 റൺസ് എടുത്തുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ചതാര 3 വിക്കറ്റ് എടുത്തു. അദ്ദേഹമാണ് ബൗളിങ്ങിൽ തിളങ്ങിയ മറ്റൊരു താരം. എന്തായാലും ഇന്ത്യക്ക് ഒരു ഞെട്ടിക്കുന്ന തോൽവി തന്നെയാണ് സമ്മാനിച്ചത്. അനുജ ചോദിച്ച പോലെ തന്നെ ലോക ചാമ്പ്യന്മാരെ വീഴ്ത്തിയിരിക്കുകയാണ്. ഇത്തവണത്തെ 2020 ലോകകപ്പിന് യോഗ്യത പോലും നേടാത്ത ഒരു ടീം. സിംബാബ്വേൻ ക്രിക്കറ്റിന് വലിയ ഒരു വിജയം തന്നെയാണ് ഉള്ളത്. ഇനി ഈ പരമ്പരയിൽ 4 മത്സരങ്ങൾ കൂടി ശേഷിക്കുന്നുണ്ട്. മറ്റ് മത്സരങ്ങളിൽ കൂടി വിജയിച്ച് പരമ്പര പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇനി ഇന്ത്യ ഉള്ളത്. ശരി, ആ പ്രതീക്ഷ നിറവേറട്ടെ. ഏതായാലും ഹരാരെ 2020 ഇപ്പോൾ തുടക്കത്തിൽ സിംബാബ്വേയുടെ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു ലോക ചാമ്പ്യനായ ഇന്ത്യ.